സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ സുപ്രഭാത വന്ദനം. എന്നുമെന്നും നന്മ വരട്ടെ, എന്നുമെന്നും ചൈതന്യമുണ്ടാകട്ടെ. ഈ ജന്മം യൂസ്ഫുള്ളായിട്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സംസ്കാരത്തിനും സമൂഹത്തിനും നമ്മൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും രാഷ്ട്രത്തിനും സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്താൻ നമുക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം പ്രയോജനപ്പെടുത്താം. ധന്യമായിട്ട് ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും പ്രയോജനപ്പെടുത്താം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്ഥിരവും ശാശ്വതവുമായ വളർച്ചയ്ക്കും ഉന്നതിക്കും വേണ്ടി നല്ല രീതിയിൽ ലോക നേതാക്കന്മാരെല്ലാവരുമായിട്ട് എങ്ങനെയാണോ തുറന്ന മനസ്സോടെ നിഷ്കളങ്കമായ രാഷ്ട്രസമർപ്പണ ഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നത് പലരും, അത് നമുക്ക് അനുഗ്രഹമാവട്ടെ, മാർഗദർശകമാകട്ടെ. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചൈതന്യം ഒരിക്കലും തളരില്ല, തകരില്ല, വരളില്ല. ശത്രുക്കളെ പ്രകൃതി തന്നെത്താനെ ഉന്മൂലനം ചെയ്യുന്നതും മിത്രങ്ങളെ പ്രകൃതി തന്നെത്താനെ വളർത്തുന്നതുമെല്ലാം നമുക്ക് കാണാം. ആ പ്രകൃതിയിലുള്ള സ്വബോധത്തെയും പ്രജ്ഞാനത്തെയുമാണ് ഭാരതീയർ ഈശ്വരനായി കണ്ടത്. അതിന് പല പല പേരുകളിലൂടെ നമ്മൾ ആരാധനാ മന്ത്രങ്ങൾ എഴുതി. ധന്യമായ ആരാധനാ മന്ത്രങ്ങളിലെല്ലാം പ്രകൃതിയുടെ സ്വബോധത്തെയും പ്രജ്ഞാനത്തെയുമാണ്. പ്രകൃതിക്ക് അറിവുണ്ട്, പ്രകൃതിക്ക് ജ്ഞാനമുണ്ട്, പ്രകൃതിക്ക് സ്വബോധമുണ്ട്. പ്രകൃതിക്കറിയാം പ്രകൃതിയിലുള്ള സർവ്വതിനെയും എങ്ങനെ നിയന്ത്രിക്കണം, അവയെ എങ്ങനെ ജനിപ്പിക്കണം, അവയെ എങ്ങനെ നിലനിർത്തണം, അവയെ എങ്ങനെ കാലാകാലങ്ങളിൽ തിരിച്ചെടുക്കണം എന്നുള്ളതെല്ലാം പ്രകൃതിക്കറിയാം. ആ പ്രകൃതിയുടെ അറിവാണ് യഥാർത്ഥത്തിൽ വേദമന്ത്രങ്ങളായിട്ട് നമ്മളുടെ മുമ്പിലെല്ലാം സമർപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു വേദമന്ത്ര 1-ാമത്തെ മണ്ഡലത്തിലെ 25-ാമത്തെ സൂക്തത്തിലെ കുറച്ച് റിക്കുകൾ നമുക്കൊന്ന് ഭംഗിയായിട്ട് അർത്ഥ സന്ദേശം നോക്കാം. വേദായോ വീനാം പദമന്തരിക്ഷേണ പതതാം വേദനാവസമുദ്രിയാം വേദമാസോ ധൃതവ്രതോ ദ്വാദശ പ്രജാവത വേദായ ഉപജായതേ. കടലോരത്ത് വസിക്കുന്നവന്, കടലിൽ വസിക്കുന്ന വരുണൻ, കടലിലെ ജലത്തെ വരുണദേവൻ എന്നാ പറയാം. ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വിമാനങ്ങളുടെ യാത്രയിലൂടെ ആളുകളെ ഭൂമി മാർഗവും ജലമാർഗവും കരമാർഗവും യാത്രയ്ക്ക് അനുവദിക്കുന്ന, ജലാശയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വള്ളങ്ങളുടെയും വഞ്ചികളുടെയും ചങ്ങാടങ്ങളുടെയും കപ്പലുകളുടെയും മാർഗവും അറിയുന്ന വൈജ്ഞാനികൻ, ആ വൈജ്ഞാനികനാണ് വരുണദേവൻ. ആ വരുണദേവൻ സംവർദ്ധിപ്പിക്കട്ടെ ഞങ്ങളുടെ ചൈതന്യത്തെ, എല്ലാ വാഹനങ്ങൾക്കും ലൗകിക ജീവിതം സുഖപ്രദമാക്കാൻ അനുഗ്രഹിക്കട്ടെ. ശരിയായ വഴിയിലൂടെ ഞങ്ങൾക്ക് മാർഗദർശനം നൽകട്ടെ. ഞങ്ങളുടെ ജീവിതം ധന്യമാക്കട്ടെ. ആധ്യാത്മിക ഉന്നതി തന്ന് ഞങ്ങളെ ധന്യരാക്കട്ടെ. അതിലൂടെ സംസാരപാശത്തിൻ്റെ അക്കരയിലെത്താൻ ഞങ്ങൾക്ക് അനുഗ്രഹാശിസുകൾ വരുണദേവൻ ചൊരിയട്ടെ. സത്യബലം, വിദ്യാബലം ഇവയോടു കൂടിയവനായ, നിയമവും ധർമാചരണവും പാലിക്കുന്നവനായ, പിശകില്ലാതെ വ്രതനിഷ്ഠയുള്ള ധർമാചരണം നടത്തുന്ന, സൂര്യ സമാനനായ, നാനാകാലത്തുണ്ടായ പ്രജകളോടു കൂടിയ, ചൈത്രം തുടങ്ങി ഫാൽഗുനം വരെയുള്ള 12 മാസങ്ങളെ അറിയുന്നവനായ, 13-ാമത്തെ ചന്ദ്രമാസത്തെക്കുറിച്ച് അധിമാസമായ എന്ന രീതിയിൽ അറിയുന്നവനായ, കാലാതീതനായി വാഴുന്ന ആ വരുണദേവന് ഞങ്ങളിതാ
സുപ്രഭാതത്തിൽ തന്നെ കാര്യങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ പ്രണമിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കുന്ന വരുണദേവനെ ഞങ്ങളിതാ പ്രണമിക്കുന്നു. വേദവാദസ്യ വർത്തനിർമുരോർഷസ്വബൃഹദവേദായേ അധ്യാസദേ. വൈജ്ഞാനിക മനുഷ്യര്, എല്ലായിടത്തും ഗമനശീലം ഉള്ളതായ മനുഷ്യര്, ശോഭ കൊണ്ട് ദർശനീയരായ മനുഷ്യര്, തികവാർന്ന ഗുണങ്ങളുള്ള വിസ്തീർണതയുള്ള മഹാബലശാലിയായ ഗുണാധിക്യമുള്ള വായുദേവന്റെ മഹത്വത്തെ അറിയുന്നു. വൈജ്ഞാനികര്, ധന്യരായ വൈജ്ഞാനികര്, കഴിവുള്ള വൈജ്ഞാനികര്, ശോഭ കൊണ്ട് ദർശനീയരായ വൈജ്ഞാനികര് വായുദേവന്റെ ഗതിയെയും മഹത്വത്തെയും അറിയുന്നു. യാതൊരു പദാർത്ഥമാണോ വായുവിൽ ആധാരത്വം സ്വീകരിച്ച് നിൽക്കുന്നത്, അതിൻ്റെയും കാര്യം, ആ വായു നിരന്തരം പ്രവഹിക്കുന്നതും ജീവജാലങ്ങളിൽ ജീവചൈതന്യം നിലനിർത്തുന്നതും എങ്ങനെയാണ് എന്ന് ശോഭയുള്ള വൈജ്ഞാനികരായ ഗമനശീലമുള്ള മനുഷ്യർ അറിയുന്നത് പോലെ ഞങ്ങളിതാ ആ മനുഷ്യന്റെ മുമ്പിലും പ്രണമിക്കുന്നു. വൈജ്ഞാനികന്റെ മുമ്പില്, ജ്ഞാനിയുടെ മുമ്പില് പ്രണമിക്കുന്നു. കാരണം അവൻ വായുവിനെയും വരുണനെയും കുറിച്ച് അറിവുള്ളവനാണ്, ദേവതുല്യനാണ്. എപ്രകാരമാണോ സദാചാരം ഉൾക്കൊള്ളുന്ന, രാജ്യ നിയമം പാലിക്കുന്ന, വ്രതാനുഷ്ഠാനങ്ങൾ യഥാവിധി നടത്തുന്ന, കർമ്മവിശേഷങ്ങൾ യഥാവിധി ഉൾക്കൊള്ളുന്ന, സത്കർമ്മവും സദ്ബുദ്ധിയുമുള്ള ശ്രേഷ്ഠനായ വൈജ്ഞാനികൻ, ശാസ്ത്രജ്ഞൻ, യാജ്ഞികൻ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അറിയുന്ന, ആ സൃഷ്ടിസ്ഥിതി സംഹാര നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രജകളിൽ നന്മ വിളയാടാൻ മഹാചക്രവർത്തി പദത്തിനു വേണ്ടി അർഹതയുടെ പേരിൽ ശക്തമായി നിലകൊള്ളുന്നത് ആ വൈജ്ഞാനികരെ, ദേവതുല്യരായ ആ മനുഷ്യരെ ഞങ്ങളിതാ പ്രണമിക്കുന്നു. എല്ലാം തികഞ്ഞ വരുണദേവൻ, പ്രകൃതിയുടെ ചൈതന്യവും ആധാരവുമായ വായുവിന് തുല്യം ശക്തിയുള്ള പ്രാണനെ നിലനിർത്തുന്ന ആ വരുണദേവൻ ധാർമ്മികനും വിദ്യാധനം ഉള്ളവനും ന്യായസ്ഥനും വൈജ്ഞാനികനും പ്രാജ്ഞനുമാണ്. പ്രാജ്ഞൻ എന്ന് വെച്ചാൽ ഇൻട്രിൻസിക് ആയിട്ടുള്ള അറിവുള്ളവൻ. അതുപോലെ വൈജ്ഞാനികനാണ്. ഓരോ ജീവജാലത്തിനും ആവശ്യമായിട്ടുള്ള അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനും അതിൻ്റെ വിത്ത്, അതിൻ്റെ വളർച്ച, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ഫല ഉൽപാദനം, അതിൻ്റെ പൂക്കള്, അതിൻ്റെ പോളിനേഷൻ, ആ വിത്തുകൾ വിതരണം ചെയ്യുന്ന പ്രക്രിയ, ഇതെല്ലാം ഒരു ചെടി നടത്തുന്നുണ്ടെങ്കിൽ, ഒരു സസ്യം, ഒരു വൃക്ഷം നടത്തുന്നുണ്ടെങ്കിൽ അത് മുഴുവനും പ്രകൃതി അതിന് കൊടുത്ത അറിവാണ്. ആ പ്രകൃതി സസ്യലതാദികൾക്ക് കൊടുത്ത അറിവാണ് ഒരൊറ്റ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ചലിക്കാതെ ഒരു വൃക്ഷം അതിൻ്റെ ജീവിതാരംഭം മുതൽക്ക് ജീവിതാവസാനം വരെ ആ വൃക്ഷം എങ്ങനെയെല്ലാം നിലനിൽക്കുന്നു അത് മുഴുവനും പ്രകൃതി അതിന് കൊടുത്ത അറിവാണ്. ആ അറിവ് ന്യായസ്ഥനായ പ്രകൃതിയാണ് കൊടുത്തത്, വൈജ്ഞാനികനായ പ്രകൃതിയാണ് കൊടുത്തത്, വരുണദേവനാണ് കൊടുത്തത്. ആ വരുണദേവൻ ധാർമ്മികനാണ്, ആ വരുണദേവൻ വിദ്യാധനമുള്ളവനാണ്, ആ വരുണദേവൻ സമസ്തങ്ങളായ അനുഷ്ഠിക്കപ്പെടുന്നതും ഏതൊന്നാണോ ഭാവിയിൽ അനുഷ്ഠിക്കപ്പെടേണ്ടതുമായിരിക്കുന്നത് അതിനെ നിരന്തരം അനുഷ്ഠിക്കുന്ന വരുണദേവൻ. അനുഷ്ഠിക്കുക പ്രസന്റ് ടെൻസ്, ഭാവിയിൽ അനുഷ്ഠിക്കപ്പെടേണ്ടത് ഫ്യൂച്ചർ ടെൻസില്. ഈ പ്രസന്റിലും ഫ്യൂച്ചറിലും അനുഷ്ഠിക്കപ്പെടേണ്ടതില് ലംഘനം വരാതെ പ്രകൃതി നിയമങ്ങളെ അനുഷ്ഠിക്കുന്നവനാണ് വരുണദേവൻ. അപ്രകാരമുള്ള ആശ്ചര്യ രൂപങ്ങളായ കർമ്മങ്ങളെ, ആശ്ചര്യകരമായ കർമ്മങ്ങളെ, അഭൂതപൂർവമായതിനെ, മുമ്പ് കണ്ടിട്ടോ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്തതിനെ നേരിട്ടറിയുന്നു ആ വരുണദേവൻ. കഴിവുമൂലം ആ പുതിയ പുതിയ അറിവുകൾ മനസ്സിലാക്കുന്നു, ആഭിമുഖ്യത്തോടു കൂടി കാണിക്കുന്നു, പ്രദർശിപ്പിക്കുന്നു. പ്രകൃതിയുടെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും വരുണദേവന്റെ യജ്ഞം നിരന്തരം നടക്കുന്നു. ആ കാരണം കൊണ്ട് വരുണദേവൻ മഹാവിജ്ഞനാകുന്നു, വിജ്ഞാനിയാകുന്നു. അവരവരുടെ കർമ്മബലം അനുസരിച്ചിട്ടുള്ള വിധികർത്താവാകുന്നു വരുണദേവൻ. നീതിന്യായം അനുസരിച്ച് കാര്യങ്ങൾ തീർപ്പാക്കി വിധി പുറപ്പെടുവിക്കുന്നവനുമാകുന്നു വരുണദേവൻ.
സനോ വിശ്വാഹ ശുക്രതുരാദിത്യ സുപദാകരത് പ്രണായൂം ചിദാരിഷത്. എപ്രകാരമാണോ അമരനായ പരമേശ്വരൻ, അമരനായ മരണമില്ലാത്ത പരമേശ്വരൻ, സൂര്യന് തുല്യമായ തേജസ്സോടുകൂടിയ പ്രാണൻ വരുണൻ എല്ലാ ദിവസവും നമ്മളെ നല്ല മാർഗത്തിലൂടെ ചലിപ്പിക്കുന്നത്, സൂര്യദേവൻ ആ മാർഗത്തെ നിലനിർത്തിക്കൊണ്ട് എല്ലാ ദിവസവും മനുഷ്യന് മാതൃകയായി പ്രവർത്തിക്കുന്നത് പോലെ നമ്മുടെ ആയുസ്സിനെ, ആരോഗ്യ സൗഭാഗ്യത്തിനെ, ആരോഗ്യകരമായ മനുഷ്യന്റെ ബുദ്ധിയെ അത് വർദ്ധമാനമായി യോഗ്യമായി തീർക്കുന്നു. നല്ല ബുദ്ധിയുള്ളവരായി, വിവേകമുള്ളവരായി, ചൈതന്യമുള്ളവരായി, അനുനിമിഷം ബുദ്ധി വർദ്ധിപ്പിക്കുന്നവനായി, യോഗ്യതയുള്ളവനാക്കി തീർക്കുന്നു. അപ്രകാരം ശ്രേഷ്ഠമായ കർമ്മവും ജ്ഞാനവും ഉള്ളവനായ മനുഷ്യന്റെ മുന്നിൽ ഞങ്ങളിതാ പ്രണമിക്കുന്നു. വിദ്യാപ്രകാശിതമായ ധർമ്മമുള്ളവനെ ഞങ്ങൾ വണങ്ങുന്നു. വിജ്ഞാനമുള്ളവനായ ഗവേഷകനെ ഞങ്ങളിതാ വണങ്ങുന്നു. എപ്പോഴും നല്ല മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നവനെ ഞങ്ങളിതാ വണങ്ങുന്നു. നമുക്ക് ആ അനുകൂല കർമ്മം വീണ്ടും വണ്ണം പരിപൂർണമാക്കി തരട്ടെ ജഗതീശ്വരനും ധന്യരായ മനുഷ്യരും. സുവർണ ജ്യോതിസ്വരൂപനായ അഗ്നിസമാനം തേജസ്സുള്ള വെട്ടിത്തിളങ്ങുന്നതായ കവചത്തെ, പുറം ചട്ടയെ, ബലത്തെ ധരിച്ചുകൊണ്ടിരിക്കുന്ന വരുണ ഭഗവാൻ, അതിശക്തനായ വരുണ ഭഗവാൻ, ആത്മീയ മാത്രമല്ല ബലം, ശാരീരികവും മനോബലവും വാഗ്ബലവും വിജ്ഞാനബലവുമുള്ള ആ വരുണ ഭഗവാൻ ശുദ്ധമായ സ്വശരീരത്തെ, നാനാ ഗുണം കൊണ്ട് പുഷ്ടമായ സ്വശരീരത്തെ സമ്പൂർണമായി മറയ്ക്കുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം കൊണ്ട് കാഞ്ചന വസ്ത്രധാരണം നടത്തുന്ന, സ്വർണ പട്ടുടയാട അണിയുന്ന, സുവർണ കവചത്തിലൂടെ സ്പർശിച്ച് കടന്നു വരുന്ന സുവർണ രശ്മികൾ എല്ലായിടത്തും വ്യാപിപ്പിക്കുന്ന സൂര്യദേവ, ഞങ്ങൾക്ക് ചൈതന്യം പകർന്നാലും ഞങ്ങളെ ആരോഗ്യമുള്ളവരാക്കി തീർത്താലും ഞങ്ങൾക്ക് അവിടത്തെ മാർഗദർശനം നൽകിയാലും. നയം ദിപ്സം ദിദിപ്സവോ നദ്രുക്വാണോ ജനാനാം ന ദേവമഭിമാതയാ. കലഹിക്കാൻ ആഗ്രഹമുള്ളവര്, കള്ളം കൊണ്ട്, കള്ളത്തരം കൊണ്ട് കാര്യം സാധിക്കുന്നവര്, ഹിംസിക്കാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കള്, അസത്യ വ്യവഹാരപ്രിയന്മാരായ ശത്രുക്കള്, യാതൊരു ജഗതീശ്വരനെയാണോ ഭയം ഹേതുവായിട്ട് ഈശ്വരാനുഗ്രഹമുള്ളവരെ ഉപദ്രവിക്കാൻ മുതിരാത്തത്, ഈശ്വരാനുഗ്രഹമുള്ളവരെ ഉപദ്രവിക്കാത്തത്, കള്ളന്മാരും കൊള്ളക്കാരും അസത്യത്തിലൂടെ ഹിംസിക്കുന്നവരും നന്മ നിറഞ്ഞവരെ എന്തുകൊണ്ടാണോ ഉപദ്രവിക്കാത്തത്? അതിന് കാരണം ആ വ്യക്തികളുടെ ഈശ്വരാനുഗ്രഹമാണ്. ഈശ്വരാനുഗ്രഹമുള്ളവരെ ഉപദ്രവിക്കാൻ ഇവർ മുതിരുന്നില്ല. ഉപദ്രവ സങ്കല്പം പോലും അവർ ഉൾക്കൊള്ളുന്നില്ല. പ്രാണിവർഗങ്ങളെ ദ്രോഹിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിലും വരുണദേവനെ, മഹാദേവനെ ഭയന്നിട്ട് അന്യായത്തിന് മുതിരുന്നില്ല. ഏതൊരു പാപികളുണ്ടോ, ഏതൊരു വിധത്തിലുള്ള ദുഷ്ടന്മാരുണ്ടോ, അവർ ദേവനിൽ ഒരിക്കലും അവരുടെ ക്രൂരത കാണിക്കുകയില്ല. ദേവസമീപം അവരെത്തുകയുമില്ല. ദേവനെ സ്പർശിക്കുന്നുമില്ല. ദേവനിൽ നിന്നും അവർ അകന്നു പോകുന്നു. ദൈവീക അനുഗ്രഹമുള്ളവരിൽ നിന്നും ഈ ക്രൂരന്മാരായ ശത്രുക്കൾ അകന്നു പോകുന്നു. ഏതൊരു വരുണദേവൻ ആശ്രയിക്കുന്ന യോഗ്യനാണോ അദ്ദേഹം മനുഷ്യരില്, ഭക്തന്മാരായ മനുഷ്യരില്, ജ്ഞാനികളായ മനുഷ്യരില് ആന്തരിക സ്ഥാനത്തിരുന്നു കൊണ്ട്, അവരുടെ ഗൃഹങ്ങളിലെ അന്തർഭാഗത്തിരുന്നു കൊണ്ട്, നെല്ലറകളിലിരുന്നു കൊണ്ട്, സ്വന്തം സ്ഥലത്ത് മാത്രമല്ല അകത്തും പുറത്തും എല്ലായിടത്തും എല്ലാ വേദികളിലും വൈജ്ഞാനികരെ അനുഗ്രഹിക്കുന്ന വരുണദേവ, അവിടുത്തെ അനുഗ്രഹവും സമ്പൂർണമായിരിക്കട്ടെ. അവിടുത്തെ അനുഗ്രഹം അന്യൂനമായിരിക്കട്ടെ, ന്യൂനത ഇല്ലാത്തതാവട്ടെ. അവിടുത്തെ അനുഗ്രഹം അനതിരിക്തമാവട്ടെ. ഞങ്ങൾക്ക് ആഹാരത്തെ പ്രദാനം ചെയ്യുക, അന്നത്തെ പ്രദാനം ചെയ്യുക, ഞങ്ങൾക്ക് കീർത്തിയെ പ്രദാനം ചെയ്യുക, പ്രശംസനീയമായ കർമ്മം ചെയ്യാൻ ഞങ്ങൾക്ക് ഊർജം നൽകുക. ഞങ്ങളുടെ ഊർജത്തെ നിലനിൽക്കത്തക്കതാക്കി നാനാദിക്കിൽ വെളിവാക്കി സ്ഥിരപ്രതിഷ്ഠയുള്ളവരാക്കുക. ഞങ്ങളെ കർമ്മനിരതരാക്കുക. ആ വരുണനെ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിതാ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ഐശ്വര്യവും നന്മയും നിരന്തരം തരിക. പ്രണാമം.
വേദമന്ത്രത്തിൻ്റെ സന്ദേശം. എത്ര ധന്യമാണ് എന്ന് ചിന്തിക്കാൻ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കേണ്ടല്ലോ. എല്ലാം പോസിറ്റീവാണ്. ഒരു വ്യക്തിയുടെ മനസ്സിനെ ഊർജ്ജസ്വലമാക്കുക, ശരീരത്തെ ഊർജ്ജസ്വലമാക്കുക, ആരോഗ്യമുള്ളതാക്കി തീർക്കുക, രോഗമില്ലാത്തതാക്കി തീർക്കുക, ഒരു കുടുംബ ബന്ധത്തെ കൂടുമ്പോൾ ഇമ്പമുള്ളതാക്കി തീർക്കുക, നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തിൻ്റെയും ആധാരമായ സന്ദേശത്തെ പോഷിപ്പിക്കുക. എല്ലാം നന്മയുടേതാണ്. എല്ലാം നന്മയുടേതാക്കി തീർക്കുക. ശത്രുവിനോട് മാത്രം നമ്മുടെ സംസ്കാരത്തെയും നമ്മളെയും പൈതൃകത്തെയും തകർക്കുന്ന ആ ശത്രുവിനോട് മാത്രം അലംഭാവമില്ലാതെ അവനോട് പൊരുതാനുള്ള ആഹ്വാനവും എല്ലാ ഋക്കുകളിലുമുണ്ട്. അധർമ്മത്തെയും അനീതിയെയും അന്യായത്തെയും ദൈവീകമായിട്ട് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. അതിനെ ഉന്മൂലനം ചെയ്യാൻ പ്രകൃതി നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. പ്രകൃതി നമുക്ക് അനുഗ്രഹാശിസുകൾ ചൊരിയുന്നു. ആ പ്രകൃതിയിൽ ജീവിക്കുന്നിടത്തോളം ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ ദിവസവും നമുക്ക് ധന്യമാക്കി തീർക്കാൻ ശ്രമിക്കാം. ഈ ലോകം ഇന്ന് ഭാരതീയ പൈതൃകത്തെയും വൈദിക ചിന്താധാരകളെയും രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ഈ ലോകത്തിലെ 750 കോടി ജനതകള് ഭാരതത്തെ അറിയുന്നത്, നമ്മുടെ സംസ്കാരത്തെ അറിയുന്നവര്, അതിന്ന് ലോകത്തിൽ എല്ലായിടത്തും ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു, അറിയാൻ ആഗ്രഹിക്കുന്നു, സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് കൈകൾ നീട്ടിക്കൊണ്ട് 10,000 നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കൊടുക്കാൻ വളരെ കുറച്ചു പേരേ ഉള്ളൂ. നിങ്ങൾ എടുത്തു കൊടുക്കുന്നവരാവുക. എടുക്കാൻ താല്പര്യമുള്ള 10,000 മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ പൈതൃകത്തിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് ആവശ്യമുള്ളവർക്കെല്ലാം ദാഹജലം എത്തിക്കുക. അറിവിൻ്റെ ഒരു ഉജ്ജ്വല സ്രോതസ്സാണ് വേദങ്ങളിലും നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉള്ളത്. അത് നമ്മളുടെ മതത്തിലെ അനുയായികളുടെ എണ്ണം കൂട്ടാനോ, മറ്റുള്ളവരുടെ തിന്മയാണെന്ന് പറയാനോ, മറ്റുള്ളവരെ നശിപ്പിക്കാനോ, അവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനോ ഉള്ള അറിവല്ല. നമ്മളുടെ എല്ലാ അറിവുകളും ശരിക്ക് അസതോമ സദ്ഗമയ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അതുപോലെ തന്നെ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുള്ള മഹത്തായ അറിവാണ് എന്ന് നമ്മൾ അറിഞ്ഞ് ലോകത്തെ അറിയിക്കുക. ധീരനായി വീരനായി രാഷ്ട്രത്തിനും സംസ്കാരത്തിനും ധർമ്മത്തിനും വേണ്ടി പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് കത്തിജ്വലിക്കുന്ന വിധത്തിൽ പഠിപ്പിച്ച് മുമ്പോട്ട് പോകാൻ ഓരോ ഭാരതീയനും ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് സുപ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.